സമ്പൂർണ്ണ പരാജയമായ ഒരു വിദ്യാഭ്യാസ വ്യവസ്ഥിതിക്ക് മുന്നിൽ സ്വന്തം ഭാവി ഇരുളടഞ്ഞു നിൽക്കുന്ന ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരെ നോക്കി കേവലം ഇൻസ്റ്റാഗ്രാം വ്യൂസിൻ്റെയും ഫോളോവേഴ്സിൻ്റെയും കണക്ക് പറഞ്ഞ് അഹങ്കരിക്കാൻ ഒരു പ്രധാനമന്ത്രിക്ക് എങ്ങനെ സാധിക്കുന്നു? നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അല്ല, ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. കഴിഞ്ഞ വീഡിയോയ്ക്ക് എത്ര ലൈക്ക് കിട്ടി, ഷെയർ കിട്ടി എന്ന് വന്ന് പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്ന് ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു ഈ രാജ്യം. ഈ രാജ്യത്തെ പ്രകമ്പനം കൊള്ളിച്ച കോടിക്കണക്കിന് മനുഷ്യരുടെ ഉറക്കം കെടുത്തിയ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച എന്ന മഹാദുരന്തത്തെ പോലും കേവലം ഒരു സോഷ്യൽ മീഡിയ PR വർക്കാക്കി മാറ്റുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള പരിപാടി മാത്രമാണ്. പകൽ വെളിച്ചത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഈ ജനപ്രതിനിധികളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ നിൽക്കാൻ ധൈര്യമില്ലാത്തത് കൊണ്ടാണോ പ്രധാനമന്ത്രി നിങ്ങൾ രാത്രി 11:52 ഇരുട്ടിൻ്റെ മറവിൽ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോയുമായി വരുന്നത് എന്ന് രാജ്യം ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. ചോദിക്കാനുള്ള ചോദ്യങ്ങൾ പാർലമെൻറ്റിൻ്റെ മഹത്തായ സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം ഇവിടെ തയ്യാറായി നിൽക്കുമ്പോൾ അതിനെയെല്ലാം ഭയന്ന് ഒളിച്ചോടി ഇൻസ്റ്റാഗ്രാമിലെ റീലുകളുടെ വർത്തമാനം പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്ക് ചേർന്നതല്ല. മാസങ്ങളോളം ഉറക്കമിളച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതിയ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും കണ്ണീരിന് എന്ത് വിലയാണ് ഈ രാജ്യത്തെ ഭരണകൂടം കൊടുക്കുന്നത് എന്നറിയില്ല. ഈ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല ആകെ തകർന്ന് തരിപ്പണമായി നിൽക്കുമ്പോൾ അതിന് ഉത്തരവാദിയായ വിദ്യാഭ്യാസ മന്ത്രിയുടെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്താനോ അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെടാനോ തയ്യാറാകുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയ ന്യൂനതയായി കണ്ടു തുടങ്ങിയിരിക്കുന്നു. അതിനുള്ള ആർജവം ഈ പ്രധാനമന്ത്രിക്കില്ല. അതിനു പകരം അർദ്ധരാത്രിയിൽ ലൈവിൽ വന്ന് എനിക്ക് ഇത്ര മില്യൺ വ്യൂസ് കിട്ടി, അരമണിക്കൂറിൽ ഇത്ര ലക്ഷം ആളുകൾ കണ്ടു, 10 ലക്ഷം ഫോളോവേഴ്സിനെ കിട്ടി എന്നൊക്കെ വെറും കൊച്ചു കുട്ടികളെപ്പോലെ അഹങ്കാരം പറയുകയാണ് ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി. ഒരു വശത്ത് ഭാവി തകർന്ന കുഞ്ഞുങ്ങളുടെ കണ്ണീരും നെഞ്ചത്തടിയും, മറുവശത്ത് ഇൻസ്റ്റാഗ്രാമിലെ ലൈക്കുകളുടെയും ഫോളോവേഴ്സിൻ്റെയും ആഹ്ലാദ പ്രകടനം. എത്ര തരം താഴ്ന്ന ക്രൂരമായ മനോഭാവമാണിത് എന്നോർക്കണം. രാജ്യം നിന്ന് കത്തുമ്പോൾ, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെക്കുറിച്ച് ആശങ്ക ഉയരുമ്പോൾ കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ പ്രധാനമന്ത്രി തൻ്റെ മന്ത്രിമാർക്ക് നൽകുന്ന ഉപദേശം എന്താണെന്ന് നോക്കണം. എല്ലാവരും പോയി റീലുകൾ പോലും ചെയ്യണം. ഈ രാജ്യത്തിൻ്റെ ഭരണചക്രം തിരിക്കേണ്ട കേന്ദ്രമന്ത്രിമാർ ഇനി മുതൽ ഇൻസ്റ്റാഗ്രാമിൽ പാട്ടിനും ട്രെൻഡിനും അനുസരിച്ചുള്ള റീലുകൾ ഉണ്ടാക്കി നടക്കണമെന്നാണ് പ്രധാനമന്ത്രിയുടെ ഉത്തരവ്. വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ചോദ്യപേപ്പർ ചോർച്ചയും ചർച്ച ചെയ്യേണ്ടുന്നൊരു മന്ത്രിസഭാ യോഗത്തെ കേവലം ഒരു ഇൻസ്റ്റാഗ്രാം റീൽസ് നിർമ്മാണ കമ്പനിയാക്കി മാറ്റിയ ചരിത്രത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരിക്കും നരേന്ദ്രമോദി എന്നുറപ്പാണ്. റീലുകളും തത്സമയ സംവാദങ്ങളും വഴി പുതിയ തലമുറയെ കയ്യിലെടുക്കാൻ മന്ത്രിമാരോടും MP-മാരോടും ആഹ്വാനം ചെയ്യുന്ന പ്രധാനമന്ത്രിയോട് ഒന്നേ പറയാനുള്ളൂ: ഈ രാജ്യത്തെ യുവാക്കൾക്ക് വേണ്ടത് നിങ്ങളുടെ സോഷ്യൽ മീഡിയ റീലുകൾ അല്ല, സുതാര്യമായ പരീക്ഷകളും തിരിമറിയില്ലാത്ത ഭാവിയുമാണ്. എക്സിനേക്കാൾ ഇൻസ്റ്റാഗ്രാമാണ് തനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞ് ഇമേജ് ബിൽഡിങ്ങിന് പിന്നാലെ പായുന്ന ഒരു പ്രധാനമന്ത്രി ഈ രാജ്യത്തിന് തന്നെ അപമാനമായി മാറിയിരിക്കുന്നു. വിദേശയാത്രകളിലും ക്യാമറ കണ്ണുകൾക്ക് മുന്നിലും മാത്രം ജീവിക്കുന്ന താങ്കൾ ഈ രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് പറയാനുള്ളത് ഇത്രമാത്രമാണ്: ഇൻസ്റ്റാഗ്രാമിലെ വ്യൂസ് കൊണ്ടല്ല ഒരു രാജ്യത്തിൻ്റെ ഭാവിയും ജനങ്ങളുടെ പ്രതീക്ഷയും അളക്കേണ്ടത്. അർദ്ധരാത്രിയിലെ ഈ നാടകങ്ങളും ഒളിച്ചുകളികളും അവസാനിപ്പിച്ച് പകൽ വെളിച്ചത്തിൽ പാർലമെൻറ്റിലെ ഈ രാജ്യത്തെ ജനങ്ങളെയും വിദ്യാർത്ഥികളെയും അഭിമുഖീകരിക്കാൻ പ്രധാനമന്ത്രി തയ്യാറാകണം. ആത്മാർത്ഥതയുടെ ഒരു തുള്ളിയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ പരീക്ഷാ തട്ടിപ്പിനിരയായ കുട്ടികളോട് മാപ്പ് പറയാനും ഈ വീഴ്ചയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും ഭരണകൂടം തയ്യാറാകണം. അതില്ലാതെ ഈ കാണിക്കുന്ന കാപട്യങ്ങളും PR നാടകങ്ങളും കണ്ടു നിൽക്കാൻ ഇനി ഈ രാജ്യത്തിന് സമയമില്ല. നരേന്ദ്രമോദിയുടെ രാത്രിയുള്ള ഈ വീഡിയോ നാടകത്തിനെതിരെ RSS വരെ എതിർത്തത് നമ്മൾ കണ്ടു. നീറ്റ് വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ തെറ്റ് സംഭവിച്ചുവെന്ന് മുഖത്ത് നോക്കിയാണ് RSS മേധാവി മോഹൻ ഭഗവത് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടും ലേശം ഉളുപ്പ് നരേന്ദ്രമോദിക്കില്ല എന്നുള്ളതും വല്ലാത്ത തൊലിക്കെട്ടി തന്നെ എന്നുള്ളതും രാജ്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു. അർദ്ധരാത്രി മൻ കി ബാത്തിലൂടെ മാത്രം സംസാരിക്കുന്ന മോദിക്ക് ഈ രാജ്യത്തെ ഭാവി വാഗ്ദാനങ്ങളോട് പറയാനുള്ള വാക്കുകൾ കൂടി ചേർക്കുന്നു. അത് നമുക്ക് കാണാം. थैंक यू फ्रेंड्स. कल देर रात आपसे मिलने का मौका मिल गया. मेरे जो वीडियो पोस्ट किया था उसको जिस प्रकार से आपने रिस्पॉन्ड किया, सकारात्मक सुझाव दिए, थैंक्स टू एवरीबॉडी. ये आपका प्यार बना रहेगा. हमारा नाता
और अधिक सक्रियता से जुड़ता रहेगा। थैंक यू दोस्तों।